ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ബേക്കറി സ്റ്റൈൽ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ റെഡ് വെൽവെറ്റ് കേക്കിനുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഒരു 25 ml പാല് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ, സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പിരിഞ്ഞ് വരും. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം വെച്ചേക്കാം, ഒന്ന് ബട്ടർ മിൽക്കായിട്ട് വരാനായിട്ട്. നമുക്ക് ഈ കേക്കിന് ആവശ്യമുള്ള ഡ്രൈ ഐറ്റംസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. 150 ഗ്രാം എന്ന് പറയുമ്പോൾ 1.25 കപ്പോളം ഉണ്ട്. ഞാനിപ്പോൾ ഒരു കിച്ചൺ സ്കെയിൽ വെച്ചിട്ട് കറക്റ്റ് അളവിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കിച്ചൺ സ്കെയിൽ ഇല്ലെങ്കിൽ കപ്പ് അളവിൽ 1.25 കപ്പ് എടുക്കാം. ഇനി ഇതിൽ നിന്ന് ഞാൻ ഒരു ടീസ്പൂണോളം, ഒരു ടീസ്പൂൺ എന്ന് പറയുമ്പോൾ 5 ഗ്രാമോളം മൈദ ഞാൻ മാറ്റുകയാണ്. എന്നിട്ട് അതിന് പകരം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒരു സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കണം. സാധാരണ റെഡ് വെൽവെറ്റ് കേക്കിലൊക്കെ ഒരു ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കൊക്കോ പൗഡറിന് പകരം ചോക്ലേറ്റിൻ്റെ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു കളറിൽ കിട്ടും നമുക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ എസൻസ് ഇല്ലെങ്കിൽ കൊക്കോ പൗഡർ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. കൊക്കോ പൗഡർ എടുക്കുമ്പോൾ ഡാർക്ക് എടുക്കാതെ ലൈറ്റ് കൊക്കോ പൗഡർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പഞ്ചസാര അളന്നെടുക്കാം. 150 ഗ്രാം പഞ്ചസാര എടുക്കുന്നുണ്ട്. 150 ഗ്രാം മൈദ ആണെങ്കിൽ അത്രയും തന്നെ അളവിൽ പഞ്ചസാര എടുക്കണം. പിന്നെ നമുക്കൊരു 5 മുട്ട വേണം. അതിൽ നിന്ന് ഞാൻ എഗ് വൈറ്റ് യോക്കും സെപ്പറേറ്റ് തിരിക്കുന്നുണ്ട്. സാധാരണ 1 കിലോത്തിൻ്റെ കേക്കാണെങ്കിൽ 4 മുട്ട മതി. പക്ഷേ ഞാനിപ്പോൾ 5 മുട്ട എടുക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ പീസസ് കുറച്ച് എടുത്തിട്ടാണല്ലോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എക്സ്ട്രാ കേക്ക് വേണ്ടി വരും. അതാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് 5 മുട്ട. ഇപ്പോൾ മുട്ടയുടെ വൈറ്റ് യോക്കും സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല കേക്കിലേക്ക്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്ന കേക്കിൽ എപ്പോഴും ഒന്നില്ലെങ്കിൽ അസിറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ചേർക്കണം. ഒന്നില്ലെങ്കിൽ വിനാഗിരി, അല്ലെങ്കിൽ നാരങ്ങ നീരോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും ചേർത്ത് കൊടുത്താലേ ഇത് കറക്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 150 ഗ്രാം പഞ്ചസാരയുണ്ട്. 150 ഗ്രാം എന്ന് പറയുമ്പോൾ 1.25 കപ്പോളം ഉണ്ടാവും. അത് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല തിക്നെസ്സിൽ എടുക്കണം. പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ പൊടിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് തന്നെ കിടന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വന്നോളും. ഒന്ന് നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി എസൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ചോക്ലേറ്റ് എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ബട്ടർ എസൻസ്, മിൽക്ക് എസൻസ്, പിന്നെ വാനില എസൻസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ നല്ല സ്റ്റിഫായിട്ടുള്ള പീക്സ് ആക്കി എടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഈ പറഞ്ഞ എസൻസുകളൊന്നും ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. വാനില എസൻസ് മാത്രം ചേർത്താലും മതി. പക്ഷേ ബേക്കറിയിലൊക്കെ അവർ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി തന്നെ ചെയ്യുന്നത്. ഇനി നമുക്ക് എഗ് യോക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്ക് ചേർത്ത ശേഷം അധികം ബീറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ബട്ടർ മിൽക്കിലേക്ക് കളർ ചേർക്കാൻ പോവാണ്. ബട്ടർ മിൽക്ക് ഞാനൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്നെസ്സിൽ കിട്ടും, പിരിഞ്ഞിരിക്കണ പോലെ കിട്ടില്ല. ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ റെഡും അതുപോലെ തന്നെ റാസ്ബെറി റെഡും കൂടി ചേർത്തിട്ട് ലിക്വിഡ് കളറാണിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 1.5 ടീസ്പൂണോളം ടൊമാറ്റോ റെഡും 1 ടീസ്പൂണോളം റാസ്ബെറി റെഡും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറിൽ കിട്ടും. ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറേശ്ശെയായിട്ട് ഈ മിക്സിയിലേക്ക് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു 3-4 ബാച്ചസ് ആയിട്ട് ഇട്ടാൽ മതി. ഒരുമിച്ച് ഇടരുത്. ഒരുമിച്ചിട്ടാൽ ഇളക്കിയിട്ട് കൂട്ടാനായിട്ട് പാടായിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ കട്ട കിട്ടും. അതിന് പകരമായിട്ട് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കളറുണ്ടല്ലോ, ബട്ടർ മിൽക്കിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കളറും അതുപോലെ തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഓയിലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ടൈപ്പ് ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിപ്പമുള്ള ബേക്കിംഗ് ടിന്നായതുകൊണ്ട് ഞാനിതൊന്ന് 1 കിലോത്തിൻ്റെ കേക്കാണല്ലോ, അപ്പോൾ നമുക്ക് ഇത്ര വലിപ്പം ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കേക്ക് ബോർഡ് കട്ട് ചെയ്തിട്ട് ഒരു 1/4 ഭാഗത്തോളം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് കിട്ടും ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ നമുക്ക് വലിയ ബേക്കിംഗ് ടിന്നാണെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഈ ബേക്കിംഗ് ടിന്നിലേക്ക് കുറച്ച് ഓയിൽ തടവിയിട്ട് മൈദ ഇട്ടതിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് വരെ നമുക്ക് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ ബേക്ക് ചെയ്തെടുക്കണം. സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടും. അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്കാണല്ലോ, അപ്പോൾ പെട്ടെന്ന് ബേക്കായി കിട്ടും. പിന്നെ ഞാൻ കുറച്ച് ബാറ്റർ ഉണ്ടായത് ഒന്ന് അലങ്കരിക്കാനായിട്ട് വേണ്ടിയിട്ട് ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡിലാക്കിയിട്ട് അതും ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്ക്യൂർ വെച്ച് കുത്തുമ്പോൾ അതുപോലെ ഒന്നും ഒട്ടിപ്പിടിച്ചിരിക്കണില്ല. അപ്പോൾ ഇത് കറക്റ്റ് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാൻ തണുത്ത ശേഷം ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു പീസ് സൈഡിലൊരു പീസ് ഒന്ന് മുറിച്ച് മാറ്റുകയാണ്. അത് കുറച്ച് ഡെക്കറേഷന് വേണ്ടി നമുക്ക് ആവശ്യം വരും. ഇപ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ പൊടിയാതെ നമുക്ക് കിട്ടും. അപ്പോൾ കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. അതിനുശേഷം ഞാനിപ്പോൾ വിവോൻ്റെ നോൺ ഡയറി വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു 1.5 കപ്പോളം എടുത്തിട്ട് നന്നായിട്ട് സ്റ്റിഫ് ബീക്സ് ആക്കിയിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും. എന്നിട്ട് ഇതുപോലെ ക്രീം വെച്ചിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒരു ഓഫ്സെറ്റ് സ്പാറ്റില ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ നമ്മൾ റൗണ്ട് കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് ബുദ്ധിമുട്ടാണ് സ്ക്വയർ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സ്ക്വയർ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഐസിങ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. അതായത് 4 മൂലകളിലും കുറച്ച് ക്രീം കൂടുതൽ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ഇങ്ങനെ താഴ്ന്ന രീതിയിൽ മുകളിൽ പൊങ്ങിയിട്ട് അടിയിൽ താഴ്ന്ന രീതിയിൽ വരും. അപ്പോൾ 4 സൈഡും കറക്റ്റ് ലെവലാക്കിയിട്ട് ചെയ്ത് കൊടുക്കണം. 4 സൈഡും കുറച്ച് ക്രീം കൂടുതൽ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ കറക്റ്റ് പൊങ്ങി കറക്റ്റ് ലെവലിൽ കിട്ടിക്കോളും. ഞാനിപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നോർമൽ ക്രീമിലുള്ള ഐസിങ്ങാണ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ക്രീം ചീസ് വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് വേണമെങ്കിൽ ക്രീം ചീസ് എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ക്രീം ചീസും കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കണം. പക്ഷേ ക്രീം ചീസിൻ്റെ ടേസ്റ്റ് മിക്കവർക്ക് ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ നോർമൽ വിപ്പിംഗ് ക്രീമിലാണ് ഇത് ഐസിങ് ചെയ്തെടുക്കുന്നത്. നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചൊന്ന് സോക്ക് ചെയ്ത ശേഷം കുറച്ച് ക്രീം വെച്ചിട്ടൊന്ന് ക്രം കോട്ടായിട്ട് ചെയ്ത് കൊടുക്കണം. ക്രംസൊക്കെ പുറത്ത് കാണാത്ത രീതിയിൽ ഒന്ന് പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കാം, ഒന്ന് സെറ്റ് ആവാനായിട്ട്. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് ലെയർ ഐസിങ് ചെയ്യാൻ പോവുകയാണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്രീം കൂടുതലായിട്ട് യൂസ് ചെയ്യണം. കാരണം സ്ക്വയർ കേക്ക് ആയതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് നല്ല ഷേപ്പിങ്ങിൽ കിട്ടാനായിട്ട് കുറച്ച് ക്രീം കൂടുതലായിട്ട് വേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ എടുത്തിട്ട് ക്രീം എടുത്തിട്ട് ഇതുപോലെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് തിരിച്ചിട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു സ്പാറ്റില ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. പിന്നെ നമുക്കൊരു സ്ക്രാപ്പറും കൂടി ഉണ്ടെങ്കിൽ കറക്റ്റ് ഷേപ്പിൽ കിട്ടും. ആദ്യം മുകളിൽ കുറച്ച് കൂടുതൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് എക്സ്ട്രാ വന്നത് സൈഡിലോട്ടാക്കിയിട്ട് സൈഡും ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വടിച്ചെടുക്കണം. എക്സ്ട്രാ വരുന്ന ക്രീമൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ലെവലിൽ കിട്ടും.
അപ്പോൾ ഇത് 4 സൈഡും ഒന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീതെ എക്സ്ട്രാ പൊന്തി നിൽക്കുന്ന ആ ക്രീമൊക്കെ ഒന്ന് ഇതുപോലെ വടിച്ചെടുക്കണം. നമ്മൾ സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഉള്ള ക്രീമൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അത് ഇതുപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ വടിച്ച് കൊടുത്താൽ കറക്റ്റ് സ്ക്വയർ ഷേപ്പിൽ കിട്ടിക്കോളും. നല്ല എഡ്ജസൊക്കെ നല്ല കൂർത്ത എഡ്ജസ്സായിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അത്യാവശ്യം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാൻ നമ്മൾ സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്ത പീസസ് ഉണ്ടായല്ലോ അതെടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ആദ്യം ഒന്ന് പൊടിച്ചു. അതിനുശേഷം ഒരു പാനിലിട്ടിട്ട് ഒന്നും കൂടി ഡ്രൈ ആക്കി നന്നായിട്ട് ചൂടാക്കി ഡ്രൈ ആക്കി എടുത്തു. കരിഞ്ഞു പോകരുത്. എന്നിട്ട് വീണ്ടും നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടി പൊടിച്ചെടുത്തു. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിൻ്റെ മീതേക്ക് കേക്കിന് മീതേക്ക് തട്ടി കൊടുക്കണം. ഇതുപോലെ ഒന്ന് പതുക്കെ പതുക്കെ തട്ടി കൊടുത്താൽ നല്ല ഭംഗിയിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത് ഫുൾ കവർ ചെയ്ത് എടുക്കുകയാണ് ഈ പൊടി വെച്ചിട്ട് തന്നെ. നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ടിൽ നടുക്ക് പേരെഴുതണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ടിലുള്ള പാത്രം അല്ലെങ്കിൽ സ്ക്വയറിലുള്ള പാത്രത്തിൻ്റെ അടപ്പം വെച്ചിട്ട് ബാക്കി സൈഡിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ആ നടുക്ക് ഇതുപോലെ റെഡ് കളർ വീഴാതെ കിട്ടും. ഇതുപോലെ പൊടിച്ചെടുത്താൽ ഡ്രൈ ആക്കിയിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടും. അപ്പം നല്ല ഭംഗിയായിരിക്കുള്ളൂ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാനായിട്ട് കേക്ക്. കയ്യിലെടുത്തിട്ട് വെച്ചിട്ട് വേണോട്ടോ ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് എല്ലായിടത്തും ഈ പൊടി എത്തില്ല. സൈഡിൽ കുറച്ച് മതി, അതാണ് കാണാനായിട്ട് ഭംഗി. ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ വീഴുന്നത് കാണാനായിട്ട് സൈഡിൽ കുറച്ചായിട്ടാണ് ഭംഗി. മുകളിൽ വേണമെങ്കിൽ ഫുള്ളായിട്ട് ഇടാം. ഇത് ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബേക്കറി സ്റ്റൈല് റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കറക്റ്റ് 1 കിലോ തൂക്കം വരുന്ന കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.